Good morning, guys. This is me, CMA Lukman Hakim, നിങ്ങളുടെ കോസ്റ്റിംഗ് ആൻഡ് FM ഫാക്കൽറ്റിയാണ്. നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള റീസണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പിള്ളേർ നമ്മുടെ എക്സാം സ്ട്രാറ്റജിയെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കോസ്റ്റിങ്ങും FM കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോസ്റ്റിങ്ങിൻ്റെ എക്സാം സ്ട്രാറ്റജിയാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ പിള്ളേർക്ക് അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന ബാച്ചസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇത്. സോ ബാക്കിയുള്ള പിള്ളേർക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പബ്ലിക്കലി യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യുന്നത്. സോ CMA ഇൻ്റർ ജൂൺ 2025 എക്സാം സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാം പാറ്റേൺ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. MCQ ആണ് നമുക്ക് 30 മാർക്കിന് വരാറുള്ളത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആണ് 14 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻ, അങ്ങനെ 98 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് അല്ലേ. 98 + 30 മാർക്ക് 128 മാർക്കിനാണ് ടോട്ടലി നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അല്ലേ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ 7 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി 2 ക്വസ്റ്റ്യൻ ഓപ്ഷണലാണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാം. 7 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ മാത്രമേ കമ്പൽസറി ഉള്ളൂ. പക്ഷേ MCQ എന്താണ്, അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അത് കമ്പൽസറി ക്വസ്റ്റ്യനാണ്. ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ. ഇനി നമ്മൾ കമ്പൽസറി ആയിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? സാർ, എനിക്കൊരു 70+ മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ ഒരു 70 മാർക്കിൽ കൂടുതൽ എനിക്ക് അറ്റൻഡ് ചെയ്യണം, അതിന് ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്? സോ അതിന് ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. ഫസ്റ്റ് ഏരിയയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റീരിയലും ലേബറും ഓവർഹെഡുമാണ്. അടുത്തത് നമ്മുടെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് പറയുന്നുണ്ട്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ നിങ്ങൾ പഠിക്കേണ്ടത് സർവീസ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്. ഈ 3 നിങ്ങൾക്ക് കമ്പൽസറി നിങ്ങൾ പഠിക്കണം. പിന്നെ നമ്മൾ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് വരുന്ന സമയത്ത് അവിടെ ബജറ്റിങ്ങും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഈ 2 ഐറ്റം. പിന്നെയോ ഞാൻ CAS, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും കോസ്റ്റ് ഷീറ്റും കൂടെ നമ്മുടെ സ്റ്റഡി ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ ഒരു 75+ മാർക്കിന് നിങ്ങൾക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഷുവറാണ്. 75 മാർക്ക് ഈ പറയുന്ന ചാപ്റ്റേഴ്സിനായിരിക്കും നിങ്ങൾ എക്സാമിന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ കമ്പൽസറി ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഈസി സർവീസ് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റും പ്രോസസ് കോസ്റ്റും ബജറ്റിങ്ങും സ്റ്റാൻഡേർഡും നിങ്ങൾക്ക് ഷുവർ ഷോർട്ടാണ്. ഇതെന്തായാലും 2025 ജൂൺ അറ്റംപ്റ്റിൽ ഉണ്ടായിരിക്കും, ഷുവറാണ്. ഇനി മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, ഇത് 3ഉം അതേപോലെ തന്നെ കോസ്റ്റ് ഷീറ്റും. ഇതാണ് നമ്മൾക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. ഈ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന 4 ടോപ്പിക്കിൽ 3 ക്വസ്റ്റ്യൻ കമ്പൽസറിയാണ്. അതിലേതെങ്കിലും ഒന്ന് സ്കിപ്പായിരിക്കും, ബാക്കി 3 ക്വസ്റ്റ്യനും കമ്പൽസറിയാണ്. അപ്പോൾ ഈ 4 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 3 ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലെ കോസ്റ്റ് ഷീറ്റ് കമ്പൽസറി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാലും റിസ്ക് എടുക്കേണ്ട, ഈ പറയുന്ന 4 പോർഷനും നിങ്ങൾ പഠിക്കണം. അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ CAS ഞാൻ സെപ്പറേറ്റ് പറയാനുള്ള റീസണ്, CAS ആകെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒരു ചെറിയ തിയറി പോർഷനാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ മിനിമം 10 മാർക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കൺഫേം ആണ്, മിനിമം 10 മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറയുന്നു, ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ 75+ മാർക്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും നല്ല സ്കോർ മേടിക്കാനും പറ്റും. ഓക്കെ, സോ ഇനിയും ചാപ്റ്റേഴ്സ് ഇല്ലേ? ഇനിയും ചാപ്റ്റേഴ്സ് ഉണ്ട്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹെഡ് ചാപ്റ്റർ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അതിൻ്റെ റീസണ്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് കഴിഞ്ഞ കുറച്ച് അറ്റംപ്റ്റ് ആയിട്ട് 14 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യനാണ് എക്സാമിന് വരുന്നത് അല്ലേ. ഇത് കൂടുതലും സെക്കൻഡ് ഗ്രൂപ്പ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാറുള്ളത്. സോ പിള്ളേർക്ക് അത് കുറച്ച് ടഫാണ്, അല്ലാണ്ട് ആൻസർ ചെയ്യാൻ പറ്റാറില്ല, ഇഷ്ടംപോലെ സമയം മിസ്സാവുന്നതെന്നൊക്കെ പറയാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനത് മാറ്റി നിർത്തിയത്. അങ്ങനെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന ചാപ്റ്റേഴ്സ് വെച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാർജിനൽ കോസ്റ്റിംഗ് സ്കിപ്പ് ചെയ്യണം എന്നുള്ളതല്ല, കാറ്റഗറിയിൽ ഞാൻ മാർജിനൽ കോസ്റ്റിങ്ങിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾക്ക് എക്സാം പാറ്റേൺ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, MCQ ആണ്, 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നമുക്ക് അങ്ങനെ ഓപ്ഷണലൊന്നുമില്ല, ആൻസർ ചെയ്യൽ കമ്പൽസറിയാണ്, എന്നാൽ മാത്രമേ മാർക്ക് കിട്ടും. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് 7 ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എക്സാമിന് വരിക. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ MCQ ആണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 2 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 2ൽ A പാർട്ട് ഉണ്ടാവും, B പാർട്ട് ഉണ്ടാവും. 14 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൽ Aയും Bയും ഉണ്ടാവും. 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരിക. അതിൽ A പാർട്ടിൽ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് മെറ്റീരിയൽ ഓർ ലേബർ, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണം. ഓക്കെ, B പാർട്ടിൽ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് ഷീറ്റ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 2ൽ മെറ്റീരിയൽ, ലേബർ ആൻഡ് കോസ്റ്റ് ഷീറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 3ൽ ഓവർ ഹെഡ് ആയിരിക്കും A പാർട്ടിലെ ക്വസ്റ്റ്യൻ വരിക. അതിലെ B പാർട്ടിൽ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്. വാട്ട് ഇസ് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്? കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് അക്കൗണ്ട്സ്, നോൺ ഇൻറ്റഗ്രേറ്റഡ് അക്കൗണ്ട്സ്, അതേപോലെ തന്നെ പ്രോഫിറ്റ് റീകൺസിലേഷൻ, ഈ 3
ടൈപ്പാണ് കോസ്റ്റ് ബുക്ക് കീപ്പിങ്ങിൽ വരുന്നത്. അല്ലെങ്കിൽ ബാച്ച് കോസ്റ്റിംഗ് ആവാം, അല്ലെങ്കിൽ ജോബ് കോസ്റ്റിംഗ് ആവാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ബി പാർട്ടിന് എക്സാമിന് വരും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4ൽ എ പാർട്ട് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിലെ സർവീസ് കോസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിൽ ബി പാർട്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഷുവർ ഷോട്ടാണ്. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 5ൽ പ്രോസസ് കോസ്റ്റിംഗ് ആൻഡ് ജോയിൻ ബൈ പ്രൊഡക്റ്റ്. സോ പ്രോസസ് കോസ്റ്റിംഗിലെ ഒരു സബ് ചാപ്റ്ററാണ് ജോയിൻ ബൈ പ്രൊഡക്റ്റ്. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 5ൽ എ പാർട്ടിന് എക്സാമിന് വരിക. ബി പാർട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 7 മാർക്ക് ഈച്ച് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഇതാണ് ഞാൻ പറഞ്ഞത്, മാർജിനൽ കോസ്റ്റിംഗിന്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. എയും ബിയും അല്ല, സിംഗിൾ ക്വസ്റ്റ്യൻ്റെ 14 മാർക്കായിരിക്കും എക്സാമിന് വരിക. അത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആയിരിക്കും, നല്ല ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ മാർജിനൽ കോസ്റ്റിംഗിൽ പിള്ളേർക്ക് അത്ര തന്നെ അഡ്വാൻസ്ഡ് ആയിരിക്കില്ല. സെക്കൻഡ് ഗ്രൂപ്പിലാണ് അതിൻ്റെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. പക്ഷേ ഇവർ സെക്കൻഡ് ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഫസ്റ്റ് ഗ്രൂപ്പിൽ ചോദിക്കുന്നത്. സോ നിങ്ങളതിൽ അഡ്വാൻസ്ഡ് ആണോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, സ്കിപ്പ് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷേ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരിക. ദാറ്റ്സ് ഇറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 7 എ പാർട്ട് ബജറ്റിംഗ് ആയിരിക്കും, ബി പാർട്ട് CASന്റെ തിയറി പോർഷൻ ആയിരിക്കും. ഇതാണ് ഞാൻ CASന്റെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 8 കംപ്ലീറ്റ്ലി തിയറി പോർഷനാണ്. അതിൽ പ്രോബ്ലം ഉണ്ടാവില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആ സ്ലോട്ട് മുഴുവനായിട്ടും തിയറി ആയിരിക്കും. അതിൽ A ഉണ്ടായിരിക്കും, B ഉണ്ടായിരിക്കും, C ഉണ്ടായിരിക്കും. 3 എണ്ണമായിട്ടാണ് വരിക, അല്ലേ? 2, 3, 4 പ്രെഡിക്റ്റ് ചെയ്യാം, പക്ഷേ മുഴുവനായിട്ടും തിയറി ആയിരിക്കും. അത് ഞാൻ കൂടുതൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എവിടെ നിന്നും ആവാം, പക്ഷേ കുറച്ചും കൂടെ സാധ്യത കാണുന്നത് ഒന്ന് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. രണ്ടാമത് ബേസിക്സ് ഓഫ് കോസ്റ്റ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ്റെ ചാപ്റ്ററിൽ നിന്ന് ആയിരിക്കാം. മൂന്നാമത് മെറ്റീരിയൽ ചാപ്റ്റർ. നാലാമത് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്. ഞാൻ പറയുന്നു ഈ 4 ചാപ്റ്ററിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാം. 3 ക്വസ്റ്റ്യനാണ് നമുക്ക് ആവശ്യമുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 8ൽ 3 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അതിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ പറയുന്ന 4 ചാപ്റ്റേഴ്സിൽ നിന്നും കിട്ടേണ്ടതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ പാറ്റേൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം, എന്നാലും കൂടുതലും ഈ പാറ്റേൺ ആയിരിക്കും എക്സാമിന് മിക്കവാറും വരാനുള്ള പോസിബിലിറ്റി. സോ എനിക്ക് ഫസ്റ്റ്ലി പറയാനുള്ളത്, നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് പഠിക്കൽ കമ്പൽസറി ആണ്. ഇതിൽ ഒന്നുപോലും സ്കിപ്പ് ചെയ്യരുത്. ഇത് കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ഷോട്ടാണ്. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് മാത്രമാണോ സാറ് പഠിക്കേണ്ടത്? അല്ല, നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. ഒട്ടും റിസ്ക് എടുക്കാണ്ട് എക്സാമിന് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പക്ഷേ നിങ്ങൾക്ക് ടൈം കുറവാണ്, വളരെ കുറച്ച് സാറേ പഠിക്കാൻ പറ്റുന്നുള്ളൂ, ബോത്ത് എഴുതുന്നുണ്ട്, പ്രിപ്പറേഷന് സമയം കുറവാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. എന്നിട്ടാണ് നിങ്ങൾ മാർജിനൽ കോസ്റ്റിംഗ് ആയാലും ജോബ് കോസ്റ്റിംഗ് ആണെങ്കിലും ബാച്ച് കോസ്റ്റിംഗ് ഒക്കെ പഠിക്കേണ്ടത്. അതിനൊക്കെ പോസിബിലിറ്റി ഉണ്ടോ? അതിനൊക്കെ പോസിബിലിറ്റി ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3ൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാച്ച് കോസ്റ്റ് ആയിരിക്കാം, ജോബ് കോസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ അതൊരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണോ? അല്ല, 3 ഓപ്ഷൻസ് ഉണ്ട്, അതിലേതും ആവാം, അല്ലേ? പക്ഷേ നമ്മുടെ സർവീസ് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിങ്ങും അങ്ങനെയാണോ? അല്ല, അത് ഷുവർ ഷോട്ടാണ്, അത് വന്നിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്തായാലും എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓക്കെ ആണോ? സോ ഇത്രയാണ് നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് പഠിക്കാൻ മറക്കരുത്. ആൻഡ് MCQ സെഷൻ നിങ്ങൾ പഠിക്കേണ്ടത്, നമുക്ക് ICMI പ്രൊവൈഡ് ചെയ്യാറുള്ള MCQ സെറ്റ് ഉണ്ട്, അത് പഠിക്കണം. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ലാസ്റ്റ് MCQ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അത് നിങ്ങൾ നോക്കണം. വർക്ക് ബുക്കിൽ MCQs കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഏതെങ്കിലും രീതിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന MCQs ഉണ്ടെങ്കിൽ അത് മുഴുവനും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു മിനിമം ക്വാണ്ടിറ്റി മാർക്കെങ്കിലും അതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കോസ്റ്റിങ്ങിൽ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അടുത്തിട്ടുണ്ട്, ജസ്റ്റ് 10 to 12 ഡേയ്സ് മാത്രമേ എക്സാമിനുള്ളൂ. നല്ല ടൈം കൺസംഷൻ കൊടുക്കുക, ഇഷ്ടംപോലെ സമയം ഇരുന്ന് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.